വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിംസിന്റെ 4 സ്റ്റേജിനെ കുറിച്ചും വരാൻ സാധ്യതയുള്ള കട്ട് ഓഫിനെ കുറിച്ചൊക്കെ പറയണ്ടായി. അപ്പൊ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ടീച്ചർ പറഞ്ഞു, നമ്മള് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും ആയിട്ടുള്ള ആൾക്കാരല്ല, അത് PSC ആണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുക. 4 സ്റ്റേജ് ഉണ്ട്. ആ 4 സ്റ്റേജും നോർമലൈസേഷൻ ഒക്കെ നടത്തിയതിന് ശേഷമാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ, ഇതില് മാർക്ക് കുറഞ്ഞവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നേടാനുള്ള വഴികളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോണത്. അതിന് മുമ്പ് ടീച്ചർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഈ എക്സാം എഴുതിയിട്ട് കുറെ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ വർഷങ്ങളായിട്ട് 4-5 വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എന്താ പറയാ 80ഉം 90ഉം ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. പക്ഷെ എന്താ പറയാ മാർക്ക് വന്നു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ 62ഉം 63ഉം 65ലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പരീക്ഷ എഴുതി തോറ്റു, അതായത് ഞങ്ങൾ ഇനി തോറ്റു, ഇനി ഞങ്ങൾ മുന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കണേ. തോറ്റത് മക്കളെ നിങ്ങളാണോ? എന്റെ ചോദ്യം അതാണ്. അതായത് നിങ്ങൾ തോറ്റതാണോ എന്ന് ടീച്ചർ ചോദിക്കാനുള്ള കാരണം, നിങ്ങൾ 10th എഴുതിയിട്ടുള്ളവരാണ്, +2 എഴുതിയിട്ടുള്ളവരാണ്, ഡിഗ്രി എഴുതിയിട്ടുള്ളവരാണ്, അതിനേക്കാൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളാണ് പലരും. ഈ പരീക്ഷകളൊക്കെ നിങ്ങൾ എങ്ങനെയാ നേടിയെടുത്തത്? അപ്പൊ പറയും, ഈ പരീക്ഷ എഴുതണ പോലെയല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാന്ന്. ശരിയാണ്. അപ്പൊ ആ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേറൊരു സ്ട്രാറ്റജി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആ സ്ട്രാറ്റജി എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല? അതാണ് ടീച്ചർ ചോദിക്കണം. അപ്പൊ നമ്മളല്ല തോറ്റത്, നമ്മൾ ഫോളോ ചെയ്ത സ്ട്രാറ്റജിയാണ് തോറ്റെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങള് ബുദ്ധി ഇല്ലാത്തവരായതുകൊണ്ടോ പഠിക്കാൻ അറിയാത്തവരായതുകൊണ്ടോ ഒന്നും തോറ്റ കുട്ടികളല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ തോറ്റു എന്നുള്ളതാണ്. ഒരു കാര്യം ടീച്ചർ പറയാം. ഇപ്പൊ ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ മാർക്കോ, ഞാൻ കുറെ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഇത്ര മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ, ഇനി ഞാൻ മുന്നോട്ട് പോകണില്ല, ഇനി ഞാൻ പഠിച്ചില്ലെങ്കിൽ ആർക്കാ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ, വേറെ ആർക്കും ഇല്ല. കാരണം എന്തുകൊണ്ടാണെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. അവരെന്താണ്, അവർക്ക് മാർക്ക് കുറഞ്ഞു, അവരെന്ത് ചെയ്യും? അവർ ആ പരീക്ഷയെ കൃത്യമായിട്ട് അനാലിസിസ് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത് അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് മനസ്സിലാക്കി ഇരട്ടി ശക്തിയോടുകൂടി അവർ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് തയ്യാറെടുക്കും. അടുത്ത പരീക്ഷയ്ക്കുള്ള പഠിക്കാൻ തയ്യാറെടുക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും വിജയം വരും എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കണം? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ സ്ട്രാറ്റജി തെറ്റിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന രീതിയിലല്ല PSC എക്സാം എഴുതേണ്ടത്. PSCയുടെ സ്ട്രാറ്റജി വേറെയാണ്. PSC എക്സാമിനെ നമ്മൾ മനസ്സിലാക്കണം. പല പരീക്ഷകൾക്കും നമ്മൾ ക്ലാസ്സുകൾ ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ആർക്കും യാതൊരുവിധ വിലയില്ല. ഇതൊക്കെ ഞങ്ങൾ എന്തോരം കണ്ടിട്ടുള്ളതാ. കുറെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ആരും കേൾക്കാത്ത ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും. ഓ, ഈ ടീച്ചർക്ക് അല്ലെങ്കിൽ കുറെ അറിയാം, അല്ലെങ്കിൽ എന്താണ് ഇത് നമുക്ക് മലമറിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വിചാരത്തോട് കൂടിയിട്ടാണ് അവരത് പഠിക്കുക. പക്ഷെ ഞാൻ പറയണത്, നിങ്ങൾ ശ്രദ്ധിച്ചോളോ, ആദ്യത്തെ ഒരു 10-20 റാങ്കിൽ LGS LDC പോലെയുള്ള നല്ല കുറേ അധികം കുട്ടികളെ അപ്പോയിന്റ് ചെയ്യുന്ന പരീക്ഷകളിലാണെങ്കിൽ ആദ്യത്തെ റാങ്ക് എത്ര പിള്ളേർക്ക് കിട്ടും? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുക. അത് കഴിഞ്ഞ് ഒരു 50 തൊട്ട് ഒരു കുറച്ച് റാങ്കുകളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. ഒരേ മാർക്കുള്ള കുട്ടികൾ അല്ലെ, അങ്ങനെ വളരെ കൂടുതലായിരിക്കും. അതിനർത്ഥം എന്താണ്? ഒരു പരീക്ഷയിൽ 50ലധികം ചോദ്യങ്ങള് മിക്കപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സിമ്പിൾ ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് പഠിക്കാണ്ട് ബാക്കി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 10-25 അല്ലെങ്കിൽ 25 ഉണ്ടാവില്ല, 10 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ആദ്യം തന്നെ നിങ്ങളെ സിലബസ് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് പരീക്ഷ എഴുതാൻ പോണേ, ആ പരീക്ഷയുടെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആ സിലബസ് മുഴുവൻ അരച്ച് കലക്കി കുടിക്കാന്നുള്ള ഒരു ധാരണയുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ധാരണ നിങ്ങൾ വെക്കേണ്ട. ഒരു പരീക്ഷയും നിങ്ങൾ സിലബസ് പൂർണ്ണമായിട്ടും അരച്ച് കലക്കി കുടിച്ചു പഠിച്ചു പോവില്ല. അങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ പഠിക്കണത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കുക.
ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു സിലബസ് അതൊക്കെ ഒന്ന് നോക്കുക. ഈ പഠിച്ച ഹോട്ട് ടോപ്പിക്സും മെയിൻ സിലബസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് റിവിഷൻ നടത്തുക. ഈ പഠിച്ച തന്നെ പിന്നെയും പഠിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് ഡെയിലി നിങ്ങൾ PYQ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് GK-യിലാണോ നിങ്ങൾ മോശം, GK-യിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, കേരള ഹിസ്റ്ററി ആണോ, കേരള ഫാക്ട്സ് ആണോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, മോഡേൺ ഇന്ത്യ ആണോ, അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യ ആണോ, മെഡീവൽ ഇന്ത്യ ആണോ, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആണോ, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് മാർക്ക് കുറവുള്ളത് കൃത്യമായിട്ട് ഒരു ബുക്ക് വെക്കുക. OMR ഷീറ്റിന്റെ ബുക്കുകൾ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ OMR ഷീറ്റുകൾ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഓരോ OMR ഷീറ്റും എടുത്ത് സമയം വെച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക. ആ പരീക്ഷ എഴുതിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് ഒരു 200 പേജിന്റെ പുസ്തകം എടുത്തിട്ട് അതിൽ എഴുതുക. ഫസ്റ്റ് പരീക്ഷയാണ് നമ്മുടെ ഫസ്റ്റ് PYQ എക്സാം. എന്നിട്ട് എഴുതുക അതിൽ GK-ക്ക് ഇത്ര, അല്ലെങ്കിൽ കേരളത്തിന് ഇത്ര, ഹിന്ദിക്ക് ഇത്ര, അല്ലെങ്കിൽ മാത്സിന് ഇത്ര, കറണ്ട് അഫയേഴ്സിന് ഇത്ര, അല്ലെങ്കിൽ ഓരോന്നിനും ഇത്ര മാർക്ക് കിട്ടി. അടുത്ത പരീക്ഷ എഴുതാ. ഒരു 10 പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതാ ഇമ്പോർട്ടൻസ് ഉള്ളത് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? കുറെ കാര്യങ്ങൾ നമുക്ക് ടോപ്പിക്സ് മനസ്സിലാക്കാം. ചില സാഹിത്യ പുരസ്കാരങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡെയിലി PSC ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അല്ലാതെ PSC പല കാര്യങ്ങളും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. അതിനൊരു പുസ്തകം വെക്കുക. എല്ലാത്തിനും പുസ്തകം വേണം. ആദ്യം നമ്മൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് നോട്ട്സ് പല ടീച്ചേഴ്സും പല ക്ലാസ്സുകളും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അത് അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക. പഠിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക, അത് റിവൈസ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഡെയിലി ഒരു നിശ്ചിത സമയം നിങ്ങൾ പരീക്ഷയ്ക്ക് മാറ്റിവെക്കുക. SCERT പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് SCERT പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ് ഫോളോ ചെയ്ത് അത് പഠിക്കുക. അല്ലെങ്കിൽ SCERT നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. SCERT ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളായിട്ട് തരുന്നതിനേക്കാൾ, ചോദ്യം ഉത്തരമായിട്ട് തരുന്നതിനേക്കാൾ ആദ്യം ഒന്ന് വായിച്ചു പഠിച്ചതിന് ശേഷം ചോദ്യം ഉത്തരം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് അടുത്ത പരീക്ഷ നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അടുത്ത പരീക്ഷയ്ക്ക്, നിങ്ങൾക്ക് 50 കിട്ടിയ ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത 80+ നിങ്ങൾ നേടുന്നത് യാതൊരുവിധ സംശയവും ഇല്ല. അങ്ങനെ മുന്നോട്ട് പോവുക. PSCയുടെ സ്ട്രാറ്റജി മനസ്സിലാക്കി നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാണ്ട് PSCയുടെ സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജി മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോയാൽ അടുത്ത ലിസ്റ്റില് ഉയർന്ന മാർക്കില് നിങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ടീച്ചർ ഗ്യാരണ്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. ആരും വിഷമിച്ചിരിക്കണ്ട. ഇതൊരു എന്താ പറയാ അവസാനമൊന്നുമല്ല. ഇതൊരു എന്താ പറയാ ഒരു എൻട്രൻസ് മാത്രമാണ്, അല്ലെ? ഒരു തുടക്കം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഏത് പ്രിലിംസ് എന്നുള്ളത്. ഇനി മുമ്പിൽ ഇഷ്ടം പോലെ പരീക്ഷകള് നിങ്ങൾക്ക് വരാനുണ്ട് മക്കളെ. അതൊക്കെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഉയർന്ന തലങ്ങളിൽ എത്താൻ പറ്റുന്നത് ആവണമെങ്കിൽ ഇത്തരം സ്ട്രാറ്റജി ഫോളോ ചെയ്ത് എല്ലാവരും പഠിക്കുക കേട്ടോ.